ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമ്മളെ പാൻ കാർഡിന് ആധാർ കാർഡിലൂടെ എങ്ങനെ ലിങ്ക് ചെയ്യേണ്ടത് നമുക്കൊന്ന് കാണാം. അതേപോലെ 2025 അകത്ത് നമ്മളെ പാൻ കാർഡിന് ആധാർ കാർഡിലൂടെ ലിങ്ക് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഥവാ ആരെങ്കിലും ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് പുതിയതായിട്ട് തുടങ്ങുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് പ്രശ്നം വരാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ നിങ്ങളെ ട്രാൻസാക്ഷൻ വന്നിട്ട് സ്റ്റോപ്പ് ആകാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെ പാൻ കാർഡിന് ആധാർ കാർഡിലൂടെ ലിങ്ക് ചെയ്യാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമ്മളെ പാൻ കാർഡിന് ആധാർ കാർഡിലൂടെ എങ്ങനെ ലിങ്ക് ചെയ്യാൻ നമുക്കൊന്ന് കാണാം. വരൂ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ചെയ്യുക ഇൻകം ടാക്സ്. സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ഒഫീഷ്യൽ ലിങ്ക് വന്നിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു ഇന്റർഫേസ് കാണാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ക്വിക്ക് ലിങ്ക്സ്. അതിന്റെ താഴെ നമുക്ക് കുറെ ഓപ്ഷനുകൾ കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും ലിങ്ക് ആധാർ സ്റ്റേറ്റസ്. അതിനുശേഷം ലിങ്ക് ആധാർ. ഒരു ചിലവർ എന്താ ചെയ്യുന്ന വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ഈ ആധാർ ലിങ്കിൽ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് അവർ ഫീസ് പേയ്മെന്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞു പോകും. നമുക്ക് ആ തെറ്റുകളൊന്നും ചെയ്യാൻ പാടില്ല. പക്ഷെങ്കിൽ അവരെ ആധാർ കാർഡ് വന്നിട്ട് ഓൾറെഡി ലിങ്ക്ഡ് ആയിരിക്കും. പക്ഷെങ്കിൽ അവർ ചെക്ക് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ആധാർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫീസ് പേയ്മെന്റ് ചെയ്തു പോകും. അതുകൊണ്ട് നമ്മൾ ആധാർ കാർഡ് വന്നിട്ട് ഫസ്റ്റ് ലിങ്ക്ഡ് ആണോ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മുകളിൽ കാണുന്ന ആധാർ ലിങ്ക് സ്റ്റേറ്റസിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് ഇവിടെ നമ്മളെ പാൻ കാർഡ് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളെ ഫുൾ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വ്യൂ ലിങ്ക് ആധാർ സ്റ്റേറ്റസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും പാൻ നോട്ട് ലിങ്ക്ഡ് വിത്ത് ആധാർ, പ്ലീസ് ക്ലിക്ക് ഓൺ ലിങ്ക് ആധാർ. ഇതിപ്പോൾ നമ്മളെ പാൻ കാർഡ് വന്നിട്ട് ലിങ്ക് എല്ലാന്നും കാണിച്ചിരിക്കുന്നു. ഒരു ചിലവര് നേരത്തെ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് വന്നിട്ട് യുവർ പാൻ കാർഡ് ഓൾറെഡി ലിങ്ക്ഡ് എന്ന് കാണിക്കും. അവർക്ക് സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ഇതേപോലെ നമുക്ക് കാണിക്കുന്നുണ്ടാകും. ഇതേപോലെ നിങ്ങൾക്ക് മെസ്സേജ് വന്നാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ കേസിൽ ലിങ്ക് ഇല്ല. ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ലിങ്ക് ആധാറിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് വീണ്ടും നമ്മളെ പാൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട്. അതിനുശേഷം ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാലിഡേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും പേയ്മെന്റ് ഡീറ്റെയിൽ ഈസ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട്. നേരത്തെ നമ്മൾ ഒരു പേയ്മെന്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ ടു പേ ത്രൂ ഇ പേ ടാക്സിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നിങ്ങളെ പാൻ നമ്പർ ഇവിടെ ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റിപ്പീറ്റ് ആയിട്ട് വീണ്ടും നിങ്ങളെ പാൻ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെയിം ടു സെയിം. നിങ്ങൾ ഏത് മൊബൈൽ നമ്പർ ആണോ ആധാറിൽ ലിങ്ക്ഡ് ആ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇനി നെക്സ്റ്റ് നിങ്ങളെ മൊബൈൽ നമ്പറിൽ ഒരു OTP വന്നിട്ടുണ്ടാകും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട്. ടൈപ്പ് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ എന്ന് കൊടുക്കുക. ഇവിടെ നമ്മൾ കാണുമ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ ഇവിടെ വെരിഫൈ ആയിട്ടുണ്ട്. അതിനുശേഷം കണ്ടിന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് നമ്മളെ പാൻ കാർഡിനെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഫസ്റ്റിൽ കാണുന്ന ഇൻകം ടാക്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമ്മൾ പ്രൊസീഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് ഇവിടെ നമ്മളെ അസസ്മെന്റ് ഇയർ ഇവിടെ കൊടുക്കണം. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഇയർ വന്നിട്ട് ലേറ്റസ്റ്റ് ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കണം. 2026 to 27 സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് ഫിനാൻഷ്യൽ ഇയർ കാണിക്കുന്നുണ്ടാകും 2025 to 26. ഇവിടെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാൻ കാർഡിന് ആധാർ കാർഡിലൂടെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫീസ് പേയ്മെന്റ് ചെയ്യേണ്ടി വരും. ഫീസ് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു കോഡ് തന്നിട്ടുണ്ടാകും അതർ റിസിപ്റ്റ് 500. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ഫീസ് ഫോർ ഡിലേ ഇൻ ലിങ്കിങ് പാൻ വിത്ത് ആധാർ. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡിലേ ചെയ്തതാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. നെക്സ്റ്റ് കണ്ടിന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നിങ്ങളെ ഫ്രണ്ടിൽ ബ്രേക്കപ്പ് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടാകും. ഇപ്പം ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് 1000 രൂപ ഫീസ് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടിന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മളെ ഫ്രണ്ടിൽ കാണുമ്പോൾ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡുകൾ കാണിക്കുന്നുണ്ടാകും. അഥവാ നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ്ങിലൂടെ പേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, അല്ലെങ്കിൽ RTGS. ഇതേപോലെ നമുക്ക് മൾട്ടിപ്പിൾ പേയ്മെന്റ് ഓപ്ഷനുകൾ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് UPIയിലൂടെ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി നമുക്കിവിടെ പേയ്മെന്റ് ഗെറ്റ്വേ ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇതിൽ എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് UPIയിലൂടെ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡിലൂടെ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഇവിടെ താഴെ കാണുന്ന ബാങ്ക് ഓപ്ഷനിൽ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങളെ ബാങ്ക് ഈ ഓപ്ഷനിൽ ഇല്ലെങ്കിൽ അതർ ബാങ്ക് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ ബാങ്കിന്റെ ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ട് പേയ്മെന്റ് ചെയ്യുക. ഇവിടെ നമുക്കൊരു ബാങ്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ കാനറ ബാങ്ക്, ഫെഡറൽ ബാങ്ക് ബെസ്റ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതർ ബാങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഓപ്ഷനുകൾ കാണാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ ആക്സിസ് ബാങ്ക് ഇതിലൂടെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ പേ നൗ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ കാണിക്കുന്നുണ്ടാകും. കുറച്ച് സ്ക്രോൾ ചെയ്തിട്ട് ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ടു ബാങ്കിൽ ക്ലിക്ക് ചെയ്യുക.
അതിനനുസരിച്ച് നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു പേയ്മെന്റ് ചെയ്യേണ്ട ഗേറ്റ്വേ വന്നിട്ടുണ്ടാകും. ഇവിടെ നിങ്ങൾക്ക് 1000 റുപ്പീസ് പേയ്മെന്റ് ചെയ്യേണ്ടി വരും. ഇവിടെ താഴെ ടേംസ് ആൻഡ് കണ്ടീഷൻ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾക്ക് ഏത് രീതിയിൽ പേയ്മെന്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് UPI, കാർഡ്സ്, നെറ്റ് ബാങ്കിങ്ങിലൂടെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. സോ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സെലക്ഷൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം പേ റെസർ പേയിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് UPI ഓപ്ഷൻ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ UPI സെലക്ട് ചെയ്തതാണ്. ഇവിടെ നിങ്ങൾക്ക് QR കോഡ് കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവൽ ആയിട്ട് നിങ്ങളെ ഫോൺ പേയോ ഗൂഗിൾ പേയോ ID ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ QR കോഡിനെ സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ QR കോഡിനെ സ്കാൻ ചെയ്തു, പാസ്വേഡ് എല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. ഇവിടെ ഓട്ടോമാറ്റിക്കലി റീഡയറക്റ്റ് ആയി പേയ്മെന്റ് സക്സസ്ഫുൾ എന്ന് കാണിക്കും. അതിനുശേഷം ബാക്ക് ഒന്നും അടിക്കരുത്, കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. റീഡയറക്റ്റ് ആയി മെയിൻ പേജിലേക്ക് പോകും. ഇവിടെ നമ്മളെ ഫ്രണ്ടിൽ പേയ്മെന്റ് സക്സസിന്റെ മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ടാകും. അതുവരെ നമുക്ക് ബാക്ക് ഒന്നും അടിക്കാൻ പാടില്ല. അതേപോലെ നമ്മളെ പേയ്മെന്റ് വന്നിട്ട് സക്സസ് ആയിട്ടുണ്ട്. അതേപോലെ നമ്മളെ പേയ്മെന്റിന്റെ ചാലൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ചാലനെ നിങ്ങൾ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുക നിങ്ങളെ അടുത്ത്. എന്താന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും BSR കോഡ്. ഇതിന്റെ ആവശ്യം വരുന്നതാണ് പാനിനെ ആധാറിലോട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാവരും എന്താ വിചാരിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ പേയ്മെന്റ് കഴിഞ്ഞ ശേഷം നിങ്ങളെ പാൻ ആധാറിലൂടെ ലിങ്ക് ആയിട്ടുണ്ടാകും എന്ന് വിചാരിച്ചു പോകും. അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇനിയൊരു പ്രോസസ് ചെയ്യാനുണ്ട്. നിങ്ങളെ പാനിനെ ആധാറിലൂടെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയൊരു ലെയർ ഉണ്ട്. ആ ടാസ്കിനെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നിങ്ങളെ പാൻ കാർഡ് എന്നിട്ട് ആധാർ കാർഡിലൂടെ കംപ്ലീറ്റ് ആയിട്ട് ലിങ്ക് ആകും. അല്ലെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് മാത്രം ചെയ്തിട്ട് വിട്ടാൽ ലിങ്ക് ആവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ടൈം കൊടുക്കണം. 5 to 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും ഈ പോർട്ടൽ ഓപ്പൺ ചെയ്ത് നോക്കുക. ഇവിടെ ഹോം പേജിൽ വന്നിട്ട് ലിങ്ക് ആധാറിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങളെ പാൻ നമ്പർ, ആധാർ നമ്പർ ഇവിടെ ഫുൾ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാലിഡേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ പേയ്മെന്റ് ഡീറ്റെയിൽ നോട്ട് ഫൗണ്ട് എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ നമ്മളെ മെസ്സേജ് വന്നിട്ടുണ്ട് ചാലാൻ ക്രിയേറ്റഡ് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം BSR കോഡ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ ഏത് ഡേറ്റിലാണ് പേയ്മെന്റ് ചെയ്തത് കാണിക്കുന്നുണ്ട്. എത്ര പേയ്മെന്റ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മളെ പേയ്മെന്റ് വന്നിട്ട് റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടിന്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ ആധാർ കാർഡിൽ കിടക്കുന്ന സെയിം ടു സെയിം നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെയിം എങ്ങനെയാണോ ആധാർ കാർഡിൽ കിടക്കുന്നത് നിങ്ങളെ പേര് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷനുകൾ കാണാൻ പറ്റും ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ചിലർ എന്താ ചെയ്യുമെന്ന് വെച്ചാൽ 2 ഓപ്ഷനെ ടിക്ക് മാർക്ക് ചെയ്തു പോകും. ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്യല്. എന്താന്ന് വെച്ചാൽ ചിലവരെ ആധാർ കാർഡ് പഴയ ആധാർ കാർഡിൽ വെറും ബർത്ത് ഇയർ മാത്രം ഇവിടെ കിടക്കുന്നുണ്ടാകും. അവര് മാത്രം ഈ ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. പക്ഷേങ്കിൽ എൻ്റെ ആധാർ കാർഡിൽ ഫുൾ ഡേറ്റ് ഓഫ് ബർത്ത് കിടക്കുന്നുണ്ട്. ഡേറ്റ്, മന്ത്, ഇയർ ഫുൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ഓപ്ഷനിൽ മാത്രം ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഐ അഗ്രി ടു വാലിഡേറ്റ്. അതിനുശേഷം നമുക്ക് ലിങ്ക് ആധാറിൽ ക്ലിക്ക് ചെയ്യണം. ഇനി നിങ്ങളെ ഫോണിൽ ഒരു OTP പോയിട്ടുണ്ടാകും വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാൻ OTP ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം വാലിഡേറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതേപോലെ നമ്മളെ പാനിനെ ആധാർ കാർഡിലൂടെ ലിങ്ക് ചെയ്യേണ്ട പ്രോസസ് റിക്വസ്റ്റ് വന്നിട്ട് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇവിടെ ഈ പ്രോസസ് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് 10 to 15 മിനിറ്റ് ആകും. കൂടിപ്പോയാൽ 1 മണിക്കൂർ ആകും. അപ്പോൾ നിങ്ങളെ പാൻ വന്നിട്ട് ആധാറിലൂടെ ലിങ്ക് ആകും. എങ്ങനെയൊക്കെ ആകും ഞാൻ നിങ്ങൾക്ക് സ്റ്റേറ്റസ് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ലിങ്ക് ആധാർ സ്റ്റേറ്റസിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നിങ്ങളെ പാൻ നമ്പർ, ആധാർ നമ്പർ ഫുൾ ആയി ടൈപ്പ് ചെയ്യുക. അതിനുശേഷം വ്യൂ ലിങ്ക് ആധാർ സ്റ്റേറ്റസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഫ്രണ്ടിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും നിങ്ങളെ പാൻ വന്നിട്ട് ആധാറിലൂടെ ലിങ്ക് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതേപോലെ നിങ്ങളെ പാൻ വന്നിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. ഇതേപോലെ നിങ്ങൾ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാതെ നിങ്ങളെ പാൻ കാർഡ് വന്നിട്ട് എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലൂടെ കാണാം. അതിന് ബൈ.